നേരത്തെ ഈ രഞ്ജിത്തിനെതിരെ നേരത്തെയും 2 പീഡന പരാതികളൊക്കെ ഉയർന്നിരുന്നു. ഈ ഒന്ന് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കിടെ ബംഗാളി നടിയോട് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു ആദ്യത്തെ പരാതി. ഈ പരാതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു ഈ വെളിപ്പെടുത്തലിന്റെ രൂപേണ ഈ ഒരു പരാതി ആദ്യം വരുന്നതും. ഇതിനെ തുടർന്നാണ് പിന്നീട് രഞ്ജിത്ത് അന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. പിന്നീട് ഈ പരാതി ബംഗാളി നടിയുടെ പരാതി വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് അക്കാദമി ചെയർമാൻ സ്ഥാനമൊക്കെ രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് വരുന്ന രണ്ടാമത്തെ ഒരു പരാതി, ഈ രണ്ടാമത്തെ പരാതിയിൽ ഒരു യുവാവ് നൽകിയ പരാതിയായിരുന്നു. തന്നെ ബംഗളൂരുവിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് കാട്ടി ഒരു യുവാവ്, കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയായിരുന്നു. എന്നാൽ അത് ഈ പരാതി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതി നൽകിയത് എന്നും ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നൊക്കെ കണ്ട് പിന്നീട് അത് കർണാടക ഹൈക്കോടതി രഞ്ജിത്തിനെതിരെയുള്ള കേസ് റദ്ദാക്കുകയായിരുന്നു. ഈ ബംഗാളി നടിയുടെ പരാതിയിലും അതേപോലെ തന്നെ അതാ ലൈംഗിക അതിക്രമ കേസ് ഹൈക്കോടതിയും റദ്ദാക്കിയിരുന്നു. പക്ഷേ ഇതിപ്പം ഫലത്തിൽ രഞ്ജിത്തിനെതിരായ 3ാമത്തെ പീഡന പരാതിയാണ്, ലൈംഗിക അതിക്രമ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സഹിൻ ആന്റണി തുടരുന്നുണ്ട്. സഹിനെ, പോലീസിന്റെ നീക്കങ്ങൾ ഇനിയിപ്പം മെഡിക്കലൊക്കെ എടുത്തു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യസ്ഥിതിയൊക്കെ സ്റ്റേബിൾ ആണ്. അതിനുശേഷം ഇനിയിപ്പം നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. കസ്റ്റഡി തന്നെയാണോ ആവശ്യം? കസ്റ്റഡി തന്നെയാണ് പോലീസ് ആവശ്യപ്പെടുക. കാരണം ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം പോലീസിന് കൃത്യമായി ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല പെൺകുട്ടിയുടെ വിശദമായ ഒരു മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നിലവിൽ രഹസ്യമൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസിന് ആരായേണ്ടതുണ്ട്. നിലവിൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെച്ചിരിക്കുന്നതും. എന്തായാലും അതിന് തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ രഞ്ജിത്തുമായി പോലീസിന്റെ വാഹനം എറണാകുളം വൈറ്റിലയിൽ പിന്നിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് രഞ്ജിത്തിനെ എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. നിലവിലെ സാഹചര്യത്തിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. മാത്രമല്ല ജാമ്യമില്ലാ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കോടതിയുടെ വിവേചനാധികാരമാണ്, അതിലേക്ക് നമുക്ക് ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയുകയില്ല. എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതാണ് എനിക്ക് നോക്കി കാണേണ്ടത്. അതേസമയം തന്നെ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ചില്ല എങ്കിൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ശരി, രഞ്ജിത്തിനെ യുവനടിയുടെ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായി. ഇന്നലെ രാത്രി ഒരു 9-9:30 മണിയോടുകൂടിയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം തൊടുപുഴയിലേക്കുള്ള ഒരു യാത്രയ്ക്കിടയിലായിരുന്നു. എറണാകുളത്ത് തൊടുപുഴയിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ വഴിമധ്യയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നീട് കൊണ്ടുവരുന്നു. അതിന് പിന്നാലെ ആണ് ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെട്ട് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഈ നേരത്തെ തന്നെ വലിയ പല ശസ്ത്രക്രിയകളും നടത്തിയിട്ടുണ്ട് രഞ്ജിത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ECGയിലൊക്കെ ചെറിയൊരു വേരിയേഷൻ വരുമ്പോൾ തന്നെ അത് കൂടുതൽ കാര്യമായി തന്നെ എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ECGയിലേക്ക് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു, രക്തസമ്മർദ്ദം കൂടുതലായിരുന്നു. പിന്നീട് ഇപ്പോൾ ആരോഗ്യമൊക്കെ സ്റ്റേബിളായി, ഹെൽത്തൊക്കെ ഓക്കെ ആയി. അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ നിന്നും പുറത്തെത്തിച്ച് ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ മൊഴി രേഖപ്പെടുത്താനായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ജനുവരി മാസത്തിൽ നടന്ന സംഭവം, ഈ രഞ്ജിത്തിൻ്റെ തന്നെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്ന യുവതിയെ കാരവാനിലേക്ക് വിളിച്ചു വരുത്തി കയറി പിടിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പിന്നീട് അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ ഓരോന്നുമായി മുന്നോട്ട് പോയത്. സഹിൻ ആന്റണി ഈ രഞ്ജിത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. രഞ്ജിത്തുമായിട്ടുള്ള അന്വേഷണ സംഘം അവർ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നായിരിക്കും ഇനിയിപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെടുക. സഹിൻ, ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ SITയെയും സമീപിച്ചിരുന്നു എന്നറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു സംയുക്ത നീക്കമായിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കരുതേണ്ടി വരിക. എന്തായാലും പെൺകുട്ടി പോലീസിൽ ആദ്യം DGPക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി കൊടുക്കുന്നത്. ആ പരാതി പിന്നീട് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. ആ സംഘമാണ് ഇത് എറണാകുളം വനിതാ പോലീസിന് കൈമാറുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസിന് കൈമാറുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ വനിതാ പോലീസ് സ്റ്റേഷനിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു
സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷനായിട്ട് തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഏത് തരത്തിലാണ് പോലീസിൻ്റെ നീക്കം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്, ഈ ഒരു അറസ്റ്റിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു, എപ്പോഴെല്ലാം ഇയാളിൽ നിന്നും പെൺകുട്ടിക്ക് ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു തവണ മാത്രമാണ് രഞ്ജിത്ത് തന്നെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴിയിലുള്ളതായി മനസ്സിലാക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി അറിയേണ്ടതാണ്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നതും കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതും. നിലവിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അയാളെ കൂടുതൽ വിശദമായിട്ട് തന്നെയായിരിക്കും പോലീസ് ചോദ്യം ചെയ്യുക. നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് രഞ്ജിത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ രഞ്ജിത്തിനെയുമായി വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് എത്താൻ സേതു ഇപ്പോഴും മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണോ എന്നുള്ളത് അന്തിമമായി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റെവിടെയെങ്കിലേക്കുമായ മാറ്റി രഹസ്യ ഇടങ്ങളിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും നിലവിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെക്കുറെ കുണ്ടന്നൂർ ഭാഗമെല്ലാം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. മരട് പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഹനം. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏറെക്കുറെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് എത്താനുള്ള സമയമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മരട് നഗരസഭയുടെ കീഴിലേക്കുള്ള ഒരു ഇടത്തേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ വീടിന് മുന്നിലേക്ക് അല്പനേരത്തിനുള്ളിൽ തന്നെ വാഹനം എത്തും.